നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ആലുവയിലെ ബഹുനില ഫ്ളാറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലുവ ബിവറേജ് ഷോപ്പിന് സമീപമുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന വൃദ്ധയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശാന്തമണി അമ്മ എന്ന 71-കാരിയാണ് മരിച്ചിരിക്കുന്നത്. 11ാം നിലയിലെ താമസക്കാരിയായിരുന്നു ശാന്തമണി അമ്മ. ഇന്ന് പുലർച്ചെയാണ് ശാന്തമണി അമ്മയെ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപം വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക സംശയം. ഏറെക്കാലമായി വിഷാദ രോഗത്തിന് ഇവർ ചികിത്സയിലായിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. 11ാം നിലയിലെ ഫ്ളാറ്റിൽ ഓർണമെന്റ്സ് അഴിച്ചുവെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫ്ളാറ്റിൽ ശാന്തമണി അമ്മ മകൾക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അങ്കമാലിയിലെ സ്കൂളിൽ അധ്യാപികയാണ് മകൾ. മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഫ്ളാറ്റിൽ നിന്നും ചാടി മരിച്ചതാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ആയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത്, ഒരു ആത്മഹത്യയാണോ അതോ മറിച്ചെന്തെങ്കിലുമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതേസമയം കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് നിന്നും മറ്റൊരു തട്ടിപ്പിന്റെ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. വെർച്വൽ അറസ്റ്റിലൂടെ പണം തട്ടാനുള്ള ശ്രമത്തെ തടഞ്ഞ് കൊല്ലത്തെ അഭിഭാഷക ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള സംഘം എന്ന വ്യാജേനെ മയനാട് സ്വദേശി ഷറഫനിസ ബീഗത്തെ തട്ടിപ്പ് സംഘം സമീപിക്കുകയായിരുന്നു. തട്ടിപ്പ് മനസ്സിലാക്കിയ ഇവർ പോലീസിനെ ബന്ധപ്പെട്ടു. അതോടെ സംഘം ശ്രമം ഉപേക്ഷിച്ചു. പണം തട്ടിപ്പിന്റെ പുതിയ രീതിയാണ് വെർച്വൽ അറസ്റ്റ്. പേരില്ലാത്ത നമ്പറിൽ നിന്ന് തട്ടിപ്പ് സംഘത്തിന്റെ കോൾ എത്തും. റെക്കോർഡഡ് കോൾ ആയിരിക്കും. നിങ്ങളുടെ ഫോൺ 2 മണിക്കൂറിനുള്ളിൽ ഡിസ്കണക്ട് ആവുമെന്നാണ് റെക്കോർഡഡ് സന്ദേശം പറയുന്നത്. കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാൻ 9 അമർത്താൻ സന്ദേശത്തിലൂടെ ആവശ്യപ്പെടും. എന്താണ് സംഭവമെന്ന് മനസ്സിലാക്കാതെ വന്നതോടെ അഭിഭാഷക 9 അമർത്തി. പിന്നീട് സംസാരിച്ചവർ പരിചയപ്പെടുത്തത് ട്രായിൽ നിന്നാണ് എന്നായിരുന്നു. അഭിഭാഷകയുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മുംബൈയിൽ ഡിസംബർ 10 സിം എടുക്കുകയും ആ നമ്പർ ഉപയോഗിച്ച് പലരോട് പണം ആവശ്യപ്പെടുകയും നിരവധി പേർക്ക് അശ്ലീല സംഭാഷണം നടത്തുകയും ചെയ്തുവെന്നും ഇവർ പറയും. എന്നാൽ സൈബർ സെല്ലിലൂടെ ഇത് ആരാണെന്ന് കണ്ടെത്തിക്കൂടെ എന്ന് അഭിഭാഷക ചോദിച്ചപ്പോൾ മുംബൈയിലെ ചിരക് നഗർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടു. എന്തായാലും വലിയൊരു ശ്രമം തടയപ്പെട്ടിരിക്കുകയാണ് സമയോചിതമായ ഇടപെടലിലൂടെ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘം നമുക്ക് ചുറ്റുമുണ്ട്. കരുതലോടെ ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.